ഒരുപക്ഷെ പല ആവർത്തി കേട്ടിട്ടുള്ള ഒരു കഥയോടുകൂടി ഈ വചന ശുശ്രൂഷ ആരംഭിക്കാം. ചെയ്യാത്ത കുറ്റത്തിന് തടവിലടയ്ക്കപ്പെട്ട ഒരു വ്യക്തി, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ അടിമത്ത കാലഘട്ടത്ത് മറ്റെല്ലാവരോടുമൊപ്പം തടവറയിൽ അടയ്ക്കപ്പെട്ട വ്യക്തി, ഇദ്ദേഹം തടവറയിൽ ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച, തടവറയിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് അടിമത്തമേൽക്കേണ്ടി വന്ന ഒരുപാട് പേര്. അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ നിരാശയാണ്, സങ്കടമാണ്. കാരണം അവർക്കൊക്കെ ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. കുടുംബത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ മനുഷ്യരാണ്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നവർ. പക്ഷേ ഒരു പ്രഭാതത്തിൽ ഈ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ചെയ്യാത്ത കുറ്റത്തിന് ഇതാ തടവറയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ജീവിതത്തിന്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ഒരു കൂട്ടം സമൂഹത്തെ ഈ മനുഷ്യൻ പുതുതായിട്ട് തടവറയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ഇദ്ദേഹം കണ്ടുമുട്ടുകയാണ്. ഇദ്ദേഹം സംഗീതത്തിൽ വളരെ താല്പര്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സംഗീത ഉപകരണമുണ്ട്. ഇദ്ദേഹം പതുക്കെ തടവറയിൽ വെച്ച് തന്റെ സംഗീത ഉപകരണം എടുത്ത് ആ സംഗീത ഉപകരണം വായിച്ചുകൊണ്ട് ഗാനമാലപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സ്വരമാധുരിയിൽ തീർന്ന സംഗീതം കേട്ടപ്പോൾ തടവറയിലുള്ള എല്ലാവരും ഈ സംഗീതം കേൾക്കാനായിട്ട് ഇദ്ദേഹത്തോട് ചേർന്നു. ഇതുവരെ നിരാശമുറ്റിയിരുന്ന മുഖങ്ങൾ, പക്ഷേ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ മനുഷ്യൻ തന്റെ സംഗീത ഉപകരണത്തിൽ സംഗീതം ആലപിക്കുന്നത് കേൾക്കുമ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, മനസ്സിനുണ്ടായിരുന്ന നിരാശയൊക്കെ നീങ്ങിപ്പോകുന്നു. അവരുടെയൊക്കെ മുഖത്ത് സന്തോഷം നിറയാൻ തുടങ്ങുന്നു. അപ്പോൾ ജയിൽ അധികൃതർ ഒരു കാര്യം മനസ്സിലാക്കുകയാ, പുതുതായിട്ട് ചേർക്കപ്പെട്ട ഈ സംഗീതജ്ഞൻ അനേകരെ ആകർഷിക്കുന്നുണ്ട്. ഇത്രയും നാൾ നിരാശപ്പെട്ടിരുന്ന ഇവർക്കൊക്കെ ഈ മനുഷ്യൻ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. ഇവനിങ്ങനെ ഇവർക്ക് പ്രതീക്ഷ കൊടുത്താൽ ശരിയാവുകയില്ല. അതുകൊണ്ട് ജയിൽ അധികൃതർ അവന്റെ സംഗീത ഉപകരണം വാങ്ങി ഒടിച്ചു കളഞ്ഞു. സംഗീതോപകരണം നഷ്ടപ്പെട്ടാൽ പിന്നെ അവന് സംഗീതമില്ലല്ലോ. പക്ഷേ ഈ യുവാവ് സംഗീതോപകരണം നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെടുന്നില്ല. മറിച്ച് അവൻ തന്റെ അധരങ്ങൾ കൊണ്ട് ഗാനമാലപിക്കാൻ തുടങ്ങി. അവന്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വരം മധുരമുള്ളതാ. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആളുകൾ ഇവന്റെ ചുറ്റും കൂടാൻ തുടങ്ങി. തടവറക്കാർ അവരുടെ ജീവിതത്തിന്റെ നിരാശയുടെ നാളുകളൊക്കെ പതുക്കെ മറക്കാൻ തുടങ്ങി. ദുഃഖത്തിന്റെ നാളുകളെ മറക്കാൻ തുടങ്ങി. എന്നിട്ട് പ്രതീക്ഷയോടെ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. ഇദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കും. അത് അവരുടെ ഉള്ളിൽ വലിയൊരു ആനന്ദം നിറയ്ക്കുകയാ. ഇപ്പോൾ ജയിൽ അധികൃതർക്ക് മനസ്സിലായി, ഇവനെ പാടാൻ വിട്ടാലും ശരിയാകില്ല. അതുകൊണ്ട് അധികൃതർ ഇവന്റെ നാവ് പിഴുതുകളഞ്ഞു. നാവ് പിഴുതുകളഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. പിന്നെ ഇവന് ഗാനമാലപിക്കാൻ പറ്റുകയില്ലല്ലോ. പക്ഷേ അവനെ ഒതുക്കി നിർത്താൻ അതുകൊണ്ടും സാധിച്ചില്ല. അവൻ എന്ത് ചെയ്തു? നാവ് നഷ്ടപ്പെട്ടിട്ടും അവൻ വെറുതെ ഇരുന്ന് അവന്റെ ഉള്ളിലെ സംഗീതത്തിനനുസരിച്ച് അതിന്റെ താളബോധത്തോടെ അവൻ കരങ്ങളടിക്കാൻ തുടങ്ങി. ഇവന്റെ താളത്തോടു കൂടിയുള്ള കരമടി കേൾക്കുമ്പോൾ അത് കേൾക്കാനായിട്ട്, അതിൽ നിന്നൊരു സന്തോഷം ഉൾക്കൊള്ളാനായിട്ട് വീണ്ടും ഈ സഹതടവുകാര് ഇവന്റെ ചുറ്റും വട്ടം കൂടാൻ തുടങ്ങി. അപ്പോൾ അധികൃതർക്ക് മനസ്സിലായി ഇവന്റെ കരങ്ങളും പ്രശ്നമാ. അതുകൊണ്ട് അധികൃതർ ഇവന്റെ 2 കരങ്ങളും ഛേദിച്ചു കളഞ്ഞു. കരങ്ങൾ ഛേദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവൻ കരങ്ങൾ അടിക്കില്ലല്ലോ. പക്ഷെ അതുകൊണ്ടും അവനെ ഒതുക്കി നിർത്താൻ പറ്റിയില്ല. അവനെന്ത് ചെയ്തു? അവന് കരങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവന് സ്വന്തമായിട്ട് 2 കാലുകളുണ്ടല്ലോ. അവൻ സാവധാനം എഴുന്നേറ്റ് ഈ കാലുകൾ മാറ്റി ചവിട്ടാൻ തുടങ്ങി. താളബോധത്തോടുകൂടെ അവന്റെ ചുവടുകൾ ചലിക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അവന്റെ ചുവടുകളുടെ ഈ ചലനം കാണാൻ വേണ്ടിയിട്ട് തടവറക്കാരെല്ലാം ഇവന്റെ വട്ടം കൂടി.
ഇവൻ തന്റെ കാൽപാദങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് സംഗീതം പുറപ്പെടുവിച്ച് വീണ്ടും ഈ സമൂഹത്തിന് പ്രതീക്ഷ പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ അധികൃതർക്ക് മനസ്സിലായി കാലും ഇവന് പ്രശ്നമാണ്. 2 കാലും പിഴുതു കളഞ്ഞു, സംഗീത ഉപകരണം പോയി, നാവ് പിഴുതു കളഞ്ഞു, കരങ്ങൾ രണ്ടും ഛേദിക്കപ്പെട്ടു, 2 കാലുകളും നഷ്ടപ്പെട്ടു. അധികൃതർ ഉറപ്പിച്ചു ഇനി ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ ഇവന് സാധിക്കുകയില്ല. പക്ഷേ വീണ്ടും ഇവന്റെ ചുറ്റും ആളുകൾ വട്ടം കൂടുകയാ. എന്നിട്ട് ഇവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ആ കണ്ണുകളിൽ ഒരു തെളിച്ചം, ആ മുഖത്തൊരു സന്തോഷം, ഒരു പ്രകാശം, ആ അധരങ്ങളിൽ ഒരു പുഞ്ചിരി. ഇതൊക്കെ കാണുമ്പോ അവന്റെ ഉള്ളിലെ സംഗീതം മുഴുവൻ അവന്റെ മുഖത്ത് പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അവന്റെ സംഗീതം അവന്റെ ഉള്ളിലായിരുന്നു. അവന്റെ സംഗീതോപകരണത്തിലോ അവന്റെ നാവിലോ കൈകളിലോ കാലുകളിലോ ആയിരുന്നില്ല, മറിച്ച് സംഗീതം അവന്റെ ഉള്ളിലായിരുന്നു. ഉള്ളിൽ ഒന്ന് കയറിപ്പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നീട് അവനെ നയിക്കുകയാണ്. ആ ഉള്ളിലുള്ള സർഗാത്മക ശക്തിയെ നശിപ്പിക്കാൻ പുറമേ നിന്ന് ഉള്ള ഒന്നിനും സാധിക്കുന്നില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒരു വചനം നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അധ്യായം 4 4-ാം തിരുവചനം, എന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. 1 യോഹന്നാൻ 4:4, എന്റെ ഉള്ളിലുള്ളവൻ പുറമെ ഉള്ളവനേക്കാൾ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വചന സന്ദേശം നിങ്ങളെ ക്ഷണിക്കുന്നത് ഇങ്ങനെ ഒരു ചിന്തയോട് കൂടിയ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വന്തമാക്കുക. ക്രിസ്തുവിനെ ഉള്ളിൽ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ ശക്തികൾക്കും നമ്മുടെ മേൽ ഭരണം നടത്താൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ പുറമെ ഉള്ളവനേക്കാൾ ശക്തനാണ്. ദൈവത്തിന്റെ വചനം യോഹന്നാൻ സുവിശേഷം അധ്യായം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വെക്കുന്നത് ഇങ്ങനെയാണ്. യേശു ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ് നിങ്ങൾ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8:32, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തു തന്നെ പറഞ്ഞു വെക്കുകയാ, ഞാനാണ് സത്യമെന്ന്. ഉള്ളിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇതാ പുറമെയുള്ള പല ശക്തികളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന ഒരു സന്ദേശം നമ്മുടെ ചിന്തകളെ ഭരിക്കട്ടെ. ഹല്ലേലൂയ. പല തരത്തിൽപ്പെട്ട അടിമത്തങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴുന്നവരാ നമ്മളൊക്കെ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള ശക്തികളാ നമ്മളെ അടിമത്തത്തിലാക്കിയിരിക്കുന്നത്. ഉദാഹരണം, രോഗത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവര്, സാമ്പത്തിക തകർച്ച അടിമത്തമായിട്ട് നമ്മളെ ഭരിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇതിന്റെയൊക്കെ അടിമത്തത്തിന്റെ കീഴിൽ നമ്മൾ കഴിയുകയാ, നമുക്കൊരു രക്ഷയില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ദുശീലങ്ങൾ അതിന്റെ അടിമത്തത്തില, ചഴക്കദോഷങ്ങൾ അതിന്റെ അടിമത്തത്തില, പാപബന്ധനങ്ങൾ, ഭയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന മനുഷ്യരാ. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട്, ആനന്ദം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യര്. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ക്രിസ്തു എന്റെ ഉള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ, എന്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന ഭൗതികമായ എല്ലാ അടിമത്തത്തിൽ നിന്നും ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്രയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ ഒരു ഭർത്താവും ഭാര്യയും, ഈ ഭാര്യയുടെ ഏറ്റവും വലിയ നൊമ്പരം, അവളുടെ ഏറ്റവും വലിയ അടിമത്തം എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റബോധം അവളെ ഭരിക്കുകയാണ്. കുറ്റബോധം മറ്റൊന്നുമല്ല, വിവാഹത്തിന് മുമ്പ് ഈ സ്ത്രീക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. അവനുമായിട്ട് വിവാഹം ചെയ്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവന്റെ കുടുംബത്തിലെ സാമ്പത്തിക നില അത്ര മെച്ചമല്ലാത്തത് കൊണ്ടും അവന്റെ കുടുംബ പാരമ്പര്യം അത്ര എടുത്തു പറയേണ്ടത് അല്ലാത്തത് കൊണ്ടും ഇവളുടെ മാതാപിതാക്കൾ ആ വിവാഹത്തിന് സമ്മതിച്ചില്ല. മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുകയാണ്. അങ്ങനെ മാതാപിതാക്കന്മാർ കാണിച്ചു തന്ന ഒരു പുരുഷനെ അവൾ വിവാഹം കഴിച്ചു.
വിവാഹം കഴിഞ്ഞു, നാളുകൾ മുന്നോട്ട് പോയി. എങ്കിലും തന്റെ ഉള്ളിൽ കയറിക്കൂടിയ ആദ്യ പുരുഷനെ വിട്ടുകളയാനായിട്ട് ഇവൾക്ക് സാധിക്കുന്നില്ല. ഭർത്താവ് നല്ല മനുഷ്യൻ, സ്നേഹിക്കുന്നവൻ, കരുതുന്നവൻ, കുഞ്ഞായി സന്തോഷത്തോടെ പോകുന്നു. പക്ഷെ എങ്കിൽ കൂടി പൂർണ്ണമായിട്ട് തന്റെ ഭർത്താവിന് തന്നെ സമർപ്പിക്കാൻ ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല. കാരണം ഉള്ളിന്റെ ഉള്ളില് തന്നെ സ്നേഹിച്ച, വിവാഹത്തിന് മുമ്പ് പരിചയപ്പെട്ട ചെറുപ്പക്കാരൻ, ഭർത്താവ് അറിയാതെ ഈ ബന്ധം ആദ്യം ഫോൺ മുഖേന തുടർന്നു. പല രാത്രികളിൽ, പകലുകളിൽ ഭർത്താവ് പോലും അറിയാതെ തന്റെ ആദ്യ കാമുകനോടൊപ്പം സംസാരത്തിൽ, ആ സന്തോഷത്തിൽ ഏർപ്പെട്ട പെൺകുട്ടി പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പോൾ ശാരീരികമായിട്ട് പോലും ഇവർ അടുക്കുകയും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്റെ ആദ്യ കാമുകനുമായിട്ട് ബന്ധം, ശാരീരികമായിട്ടുള്ള ബന്ധം തുടരുകയും ചെയ്യുന്ന ഒരു ഭാര്യ. ഇനി അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം ഇവളും ഇവളുടെ പഴയ കാമുകനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭർത്താവ് അത് കണ്ടുപിടിക്കുന്നു. ഭർത്താവ് കണ്ടുപിടിച്ചു. പക്ഷെ ഒരു വാക്കുപോലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നില്ല. ഒരു ചീത്ത പോലും അവളോട് പറഞ്ഞില്ല. ഒരു തെറി പോലും അവളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചില്ല. ഒരു നോട്ടം കൊണ്ട് പോലും അവളെ കുറ്റപ്പെടുത്തിയില്ല. ഒരു കുഴപ്പമില്ലാതെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ ഈ ഭർത്താവ് ഇവളോടൊപ്പം ഇവളുടെ ഭർത്താവായിട്ട് ജീവിക്കുകയാ. നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ പിന്നിടുകയാ. കുറ്റബോധം ഇവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവസാനം ഭാര്യയും ഭർത്താവും സങ്കടപ്പെട്ട് വന്നിരിക്കുകയാ. ഭാര്യ പറയാ, അച്ഛാ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. മനഃപൂർവ്വം നശിപ്പിച്ചതല്ല, മറിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു ബന്ധം അത് ഉപേക്ഷിക്കണമെന്ന് കരുതി. പക്ഷെ സാധിച്ചില്ല. അതിന്റെ തുടർച്ച തുടർന്നു. എന്റെ ഭർത്താവിന് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം മോശം വ്യക്തി ആയതുകൊണ്ടല്ല. ഭർത്താവ് നല്ലവനാ, സ്നേഹിക്കുന്നവനാ, കരുതുന്നവനാ. പക്ഷേ അവനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനോ അവന് വിധേയപ്പെടാനോ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്റെ ഹൃദയം ഞാൻ ആദ്യമേ ആർക്കോ പകുത്തു കൊടുത്തുപോയി. അതുകൊണ്ട് ഞാൻ ഈ തെറ്റിലകപ്പെട്ടു. എന്റെ തെറ്റ് ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഞാൻ ആ തെറ്റിലല്ല. പക്ഷേ എന്റെ ഭർത്താവ് ഒരു വാക്കുപോലും പറയാത്തത് കൊണ്ട് എന്റെ കുറ്റബോധം എന്നെ ഭരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കും? ഇത്രമാത്രം ഈ മനുഷ്യൻ സ്നേഹിച്ചിട്ട്, ഇത്രമാത്രം ഈ മനുഷ്യനെ കരുതിയിട്ട് ഞാൻ ഈ മനുഷ്യനെ വഞ്ചിച്ചു. ഇനി എങ്ങനെ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കും? എന്റെ കുറ്റബോധം എന്നെ കയറി ഭരിക്കാൻ തുടങ്ങുകയാണ്. ഈ മനുഷ്യനോട് ചോദിക്കുമ്പോ ഭർത്താവ് പറയുന്നത് ഇങ്ങനെയാ, അവള് ചെയ്തത് തെറ്റാണെന്ന് അവൾക്കറിയാം, എനിക്കും അറിയാം. ഞാൻ അവളെ കുറ്റം പറയാത്തത്, ചീത്ത പറയാത്തത്, അത്രയധികം ഞാൻ അവളെ സ്നേഹിച്ചു പോയി, അത്രയധികം ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷെ അവൾ എന്നെ വഞ്ചിച്ചായിരിക്കാം, പക്ഷെ എങ്കിൽ കൂടി ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ ഭർത്താക്കന്മാരുണ്ടോ എന്ന് ചിന്തിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോ ഈ പെൺകുട്ടിയെ ഇപ്പൊ തളർത്തിക്കളയുന്നത് മുഴുവൻ കുറ്റബോധ. വർഷങ്ങൾ പലത് കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ആ കുറ്റബോധം വിട്ടുമാറുന്നില്ല. കാരണം അത് അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ചില കുറ്റബോധം, ചില ഭയം, ഇതൊക്കെ മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തി അതിന്റെ കീഴിലാക്കി വെച്ചിരിക്കുക. മനുഷ്യന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെയാ ക്രിസ്തുവിന്റെ വചനം, യോഹന്നാൻ സുവിശേഷം അധ്യായം 8:32, നിങ്ങൾ സത്യത്തിൽ വസിക്കുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. സംഭവം മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയൊരു അനുരഞ്ജനത്തിലേക്ക് കടന്നു വരുന്നു. ഭാര്യ തിരിച്ചറിയുന്നു, തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നു, തിരിച്ചെടുക്കുന്നു. തന്റെ പഴയകാല ജീവിതമെല്ലാം ഉപേക്ഷിച്ച് സന്തോഷത്തോടെ അവർ ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. സംഭവം അവിടെ നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷയുടെ മണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ കുറെ ഏറെ പേരെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഏതെങ്കിലും ഒരു ജീവിത തകർച്ചയുടെ, ജീവിതം എവിടെയെങ്കിലും ഒന്ന് എടറിപ്പോയതിന്റെ നൊമ്പരം പേറി അതിന്റെ അടിമത്തത്തിൽ കഴിയുന്നവരല്ലേ? കോട്ടാശ്രമത്തിൽ 365 ദിവസവും വചന ശുശ്രൂഷയുണ്ട്. എത്രയോ പേരാ ഇവിടെ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്.
കുറേയേറെ മനുഷ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ തിരിച്ചറിയുന്ന സത്യം ഇതാണ്: ഒരുപാട് പേര് ഉണ്ട് ഉള്ളിന്റെ ഉള്ളില് വീണ്ടും അസ്വസ്ഥതയുടെ ഭാരവും പേറി നടക്കുകയാണ്. പലയാവർത്തി കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു, പാപമോചനം കിട്ടി, പക്ഷെ എങ്കിലും എനിക്കിനി ഒരു തിരിച്ചു വരവ് സാധ്യമാണോ? ഞാൻ നശിച്ചു പോയില്ലേ എന്ന് കരുതിക്കൊണ്ട് കിടക്കുന്ന ചില മനുഷ്യര്. 20 വർഷമായിട്ട് പള്ളിയുടെ മുറ്റത്ത് കയറാത്ത ഒരു ചെറുപ്പക്കാരനെ ഏതാനും നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടു. 20 വർഷമായി അവൻ പള്ളിയുടെ മുറ്റത്ത് കയറിയിട്ട് ഏതോ ഒരു തോന്നല്, ദൈവത്തിന്റെ ഇടപെടൽ, ഒരു ധ്യാനത്തിന്റെ ഭാഗമായിട്ട് അവൻ പള്ളിമുറ്റത്ത് ആരുടെയൊക്കെയോ പ്രേരണയാൽ വന്നു. ദൈവം അവനെ സ്പർശിച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ പങ്കുവെക്കുന്ന സങ്കടം ഇതാണ്: അച്ഛാ, ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ പിന്നെ 3 പ്രാവശ്യമേ കുമ്പസാരിച്ചിട്ടുള്ളൂ. ഇതെന്റെ 4ാമത്തെ കുമ്പസാര. ആദ്യ കുർബാന സ്വീകരണ കുമ്പസാരത്തിൽ എന്റെ അടുത്ത് കുമ്പസാരിച്ച കാര്യമല്ല കേട്ടോ. ഈ മനുഷ്യരുടെ കുമ്പസാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ആത്മീയമായിട്ട് പങ്കുവെക്കുന്നതാ. ഈ ധ്യാനത്തിൽ ഞാൻ കുമ്പസാരിച്ചത് എന്റെ 4ാമത്തെ കുമ്പസാര. എങ്ങനെയാണെന്ന് ചോദിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഒരു വലിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ 10-20 വർഷമായിട്ട് ഞാൻ ദൈവത്തെ ഇട്ടെറിഞ്ഞു പോയ വ്യക്തിയാ. 20 വർഷത്തോളമായിട്ട് എനിക്ക് കൂദാശയില്ല, എനിക്ക് കുടുംബ പ്രാർത്ഥനയില്ല, വചന വായനയില്ല, ആത്മീയമായ യാതൊന്നുമില്ല. പള്ളിയെയോ വൈദികരെയോ സന്യസ്തരെയോ ബഹുമാനിക്കുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ തകർച്ചയുടെ വക്കിലൂടെ കടന്നു പോയതാ. എന്നെ ദൈവം ഇനി സ്വീകരിക്കൂ? എനിക്കിനി ഒരു തിരിച്ചു വരവ് സാധ്യമാണോ? അല്ലയോ സഹോദര സഹോദരി, ഈ വചന മണിക്കൂറിൽ ഫോട്ട ആശ്രമത്തിൽ നീ ആയിരിക്കുമ്പോൾ ഒരു പക്ഷേ നിന്റെ ചിന്തയെ മതിക്കുന്ന ചിന്തയും ഇങ്ങനെ ആയിരിക്കാം: ജീവിതത്തിൽ എത്രയേറെ തകർന്നു പോയ വ്യക്തിയാ ഞാൻ, എത്രയേറെ പതറിപ്പോയ ജീവിതമാണ് എന്റേത്. ഇനി എനിക്ക് ഈ ആയുസ്സിൽ ഒരു തിരിച്ചു വരവ് സാധ്യമാണോ? എന്റെ ഈശോ എന്നെ സ്നേഹിക്കുമായിരിക്കുമോ? ഈശോ എന്നെ കൈക്കൊള്ളുമായിരിക്കുമോ? ഈ അടിമത്തത്തിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ സാധ്യമാണോ? പ്രിയമുള്ളവരെ, ഇത് വചനം മനസ്സിൽ കുറിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായം 12 2-ാം തിരുവചനം. ഉൽപ്പത്തി പുസ്തകം അധ്യായം 12 2-ാം തിരുവചനം. വചനത്തിൽ അബ്രാഹത്തിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം, വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ വിളിക്കുമ്പോ ദൈവം കൊടുക്കുന്ന വാഗ്ദാനം: അബ്രാഹമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അബ്രാഹത്തോട് പറഞ്ഞു വെക്കുക. അബ്രാഹമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മുടെ അപ്പന് കിട്ടിയ വാഗ്ദാനമാ. വിശ്വാസികളുടെ പിതാവ് അബ്രാഹമാണെങ്കിൽ, നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മുടെ അപ്പന് അബ്രാഹം. നമ്മുടെ അപ്പനായ അബ്രാഹത്തിന് കിട്ടിയ വാഗ്ദാനമാണ് നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ കാത് തുറന്ന് കേൾക്ക്. തകർക്കപ്പെട്ട ആരും ഈ അൾത്താരയുടെ മുന്നിൽ ഇരിക്കുന്നില്ല. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ശക്തിയോടെ കരങ്ങളടിച്ചോ, കൂടുതൽ ശക്തിയോടെ കരങ്ങളടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മളെ ഭയപ്പെടുത്തുന്ന ദൈവം അല്ല, നമ്മളെ ഭയപ്പെടുത്തുന്ന, മാറ്റി നിർത്തുന്ന ദൈവമല്ല. ചരിത്രത്തിൽ എങ്ങനെയോ ആരൊക്കെയോ ദൈവത്തെ പരിചയപ്പെടുത്തി വെച്ചു. ദൈവം ഒരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിട്ട്. ലോകമതങ്ങളെ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ചരിത്രത്തിൽ ഭയം തോന്നിയതെല്ലാം ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങി. ഇടി, മിന്നൽ, കാറ്റ്, സൂര്യൻ, സർപ്പം തുടങ്ങി പേടിപ്പെടുത്തുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങി. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം പേടിപ്പെടുത്തുന്ന ദൈവമല്ല, മറിച്ച് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച ദൈവമാ. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം.